فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 73-ാമത്തെ ആയത്തിന്റെ അർത്ഥവും അതുപോലെ ആ ആയത്തിന്റെ വിശദീകരണവും ചെറിയ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് അല്പം കൂടി കാര്യങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബനു ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നപ്പോൾ ആ കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്നറിയാൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ട അവർ അറുത്ത പശുവിന്റെ ഒരു അംശം കൊണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ അടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നിങ്ങൾ അവനെ അതിന്റെ ചില ഭാഗം കൊണ്ട് അടിക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏത് സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്? ആ കൊലയാളി ആരാണ് എന്ന വിഷയത്തിൽ ജനങ്ങൾ പരസ്പരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ ഒളിച്ചുവെക്കുന്ന കാര്യം അള്ളാഹു പുറത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അറുത്ത പശുവിന്റെ ഒരു അംശം കൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ അടിക്കുവാൻ വേണ്ടി പറയുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പശുവിന്റെ അംശം അത് ഏത് അവയവമായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, നമുക്ക് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ദുനിയാവിയായ ജീവിതവുമായി ബന്ധപ്പെട്ടോ ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അല്ലെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പശുവിന്റെ ഏത് ഭാഗം കൊണ്ടാണ് അടിക്കാൻ പറഞ്ഞത് എന്ന കാര്യം അത് വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർദ്ദേശിച്ചത് പശുവിന്റെ ഏതോ ഒരു അംശം കൊണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തി അടിക്കുവാനാണ്. അങ്ങനെ അവർ ആ ഒരു കാര്യം ചെയ്തപ്പോൾ, ആ മൃതദേഹത്തിൽ അടിച്ചപ്പോൾ, ആ സമയം ആ കൊല്ലപ്പെട്ട വൃദ്ധനായ വ്യക്തി എഴുന്നേറ്റ് നിൽക്കുകയും എന്നിട്ട് ഈ കൊലപാതകം നടന്ന സമയത്ത് അട്ടഹസിച്ച് കരഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരപുത്രന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ഇവനാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, പൗരാണികരായ എല്ലാ മുഫസ്സിറുകളും എല്ലാ പണ്ഡിതന്മാരും ഈ സംഭവം ഈ ആയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ആ കൊല ചെയ്ത വ്യക്തിക്ക് ഈ കൃത്യം നിർവഹിച്ചത് ആ വൃദ്ധനായ വ്യക്തിയുടെ സമ്പത്ത് അനന്തരമെടുക്കാനായിരുന്നു. എന്നാൽ ആ അനന്തരാവകാശം ഇതോടുകൂടി ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്ന് പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മാത്രമല്ല, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്രഗ്രന്ഥത്തിൽ പറയുന്നത്, ആ കൊല ചെയ്തത് ആരാണ് എന്ന് ആ കൊല്ലപ്പെട്ട വ്യക്തി പറഞ്ഞതിന് ശേഷം, ആ കൊല ചെയ്തത് ആരാണ് എന്ന് കൊല്ലപ്പെട്ട വ്യക്തി പറഞ്ഞതിന് ശേഷം ആ വ്യക്തി പിന്നീട് അവിടെ മരണപ്പെട്ടു വീഴുകയാണ് ഉണ്ടായത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം അവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നത് കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ ഒരു ആയാത്താണ്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് വളരെ വ്യക്തമായി ഇസ്രായേൽ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയുരീകും ആയാതിഹി ലഅല്ലകും തഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത്. എന്താണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം? അവിടെ ഇസ്രായേൽ ജനതയിൽ ഒരു കൊലപാതകം നടക്കുകയാണ്.
എന്നിട്ട് കൊലയാളിയായ മനുഷ്യൻ ആ കൊല ചെയ്ത കാര്യം മറച്ചുവെക്കുകയാണ്. എന്നിട്ട് ഈ വിഷയത്തിൽ ആ സമൂഹത്തിനുള്ളിൽ വലിയ തർക്കം നടക്കുകയാണ്. ഈ അവസരത്തിലാണ് എത്ര തന്നെ മൂടിവെച്ചാലും അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന്മാർ ഈ ലോകത്ത് ചെയ്യുന്ന സകല തിന്മകളും എത്ര തന്നെ മറച്ചു വച്ചാലും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അറിയുന്നുണ്ട് സഹോദരങ്ങളെ. ആ കാര്യങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നാളെ ഇതേ രൂപത്തിൽ എല്ലാവർക്കും ജീവൻ തിരിച്ചു നൽകിക്കൊണ്ട് മരണപ്പെട്ടവരെ അള്ളാഹു പുനർജീവിപ്പിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള രഹസ്യമായ ആളുകളെ പറ്റിച്ചുകൊണ്ട് സ്വന്തക്കാരെ കബളിപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ കാര്യങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്ന് ഇതിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. വയുരീക്കും ആയാതിഹി ലഅല്ലക്കും തഖിലൂൻ. നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന്. സഹോദരങ്ങളെ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ രൂപത്തിൽ ജീവൻ പോയതിനു ശേഷം പിന്നെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവൻ തിരിച്ചു നൽകിയ സംഭവങ്ങൾ സൂറത്തുൽ ബഖറയിലെ 5 സ്ഥലങ്ങളിൽ ഈ രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിയോടൊപ്പം അള്ളാഹുവുമായി സംസാരിക്കാൻ പോയ സന്ദർഭത്തിൽ അള്ളാഹുവിനെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടുത്തി കൊണ്ട് പിടികൂടുകയും പിന്നീട് അവരെ ജീവിപ്പിക്കുകയും ചെയ്ത സംഭവം. ഈ കാര്യം നമ്മൾ സൂറത്തുൽ ബഖറയുടെ 56-ാമത്തെ ആയത്ത് പഠിക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത വിഷയമാണ്. പിന്നെ രണ്ടാമത് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്ന സംഭവം അത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിൽ പ്രതിപാദിച്ച പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അടിച്ച് ജീവൻ നൽകിയ സംഭവമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സംഭവം അത് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും മരണത്തെ ഭയന്നുകൊണ്ട് സ്വന്തം വീട് വിട്ടുപോയ ഒരു ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുകയും പിന്നീട് ജീവൻ നൽകുകയും ചെയ്ത ഒരു സംഭവം സൂറത്തുൽ ബഖറയുടെ 243-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ നാലാമത്തെ സംഭവം അത് മേൽക്കുരകളോടെ വീണടഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ ഒരു പ്രവാചകൻ സഞ്ചരിച്ച് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചില ഈ അത്ഭുതകരമായി കൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 100 വർഷം ആ പ്രവാചകനെ നിർജീവാവസ്ഥയിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഉയർത്തിയെഴുന്നേൽപ്പിച്ച ഒരു ചരിത്രം സൂറത്തുൽ ബഖറയുടെ 243-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈ സംഭവം ഈ സൂറത്തുൽ ബഖറയുടെ 259-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വ്യക്തമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് അവിടെ വെച്ചുകൊണ്ട് ഇതെല്ലാം ഈ ആയത്തുകൾ വരാനിരിക്കുന്ന ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി 5-ാമത്തെ കാര്യം അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചതും പിന്നീട് 4 പക്ഷികളെ പിടിച്ചുകൊണ്ട് അവയെ കഷ്ണങ്ങളാക്കി ആ കഷ്ണങ്ങൾ പിന്നീട് ഓരോ മലയിൽ വെക്കുകയും എന്നിട്ട് ആ ജീവൻ നഷ്ടപ്പെട്ട പക്ഷികളെ വിളിച്ചപ്പോൾ അതിന് ജീവൻ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവൻ നൽകുമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് കാണിച്ചു കൊടുത്ത സംഭവമാണ്. ഇതെല്ലാം സഹോദരങ്ങളെ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അത് മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. ഈ രൂപത്തിൽ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു മനുഷ്യരെ ജീവിപ്പിക്കുന്നവനാണ് എന്ന വസ്തുത അത് ഇസ്രായേൽ ജനതയെ പഠിപ്പിക്കുകയായിരുന്നു, അവർക്ക് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആ കൊല്ലപ്പെട്ട വ്യക്തിയെ ജീവിപ്പിച്ച സംഭവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത്. ഇതാണ് സഹോദരങ്ങളെ ഈ 73-ാമത്തെ ആയത്തിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിദഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.